بسم الله الرحمن الرحيم. وإذا تتلى عليهم آياتنا بينات قال الذين كفروا للحق لما جاءهم هذا سحر مبين أم يقولون افتراه قل إن افتريته فلا تملكون لي من الله شيئا هو أعلم بما تفيضون فيه كفى به شهيدا بيني وبينكم وهو الغفور الرحيم. قل ما كنت بدعا من الرسل وما أدري ما يفعل بي ولا بكم إن أتبع إلا ما يوحى إلي وما أنا إلا نذير مبين. قل أرأيتم إن كان من عند الله به قل أرأيتم إن كان من عند الله وكفرتم به وشهد شاهد من بني إسرائيل على مثله فآمن واستكبرتم إن الله لا يهدي القوم الظالمين. അപ്പോൾ അവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു തീരുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാൻ സാധിക്കും. അതൊന്നും വേണ്ട മോളെ, തണുപ്പുണ്ടത്. ഞാനൊന്ന് കഴിഞ്ഞ അവിടെ നിന്ന് തുടങ്ങാം. വൈദാ ഹുഷറന്നാസു കാനു ലഹും അഅദാ വകാനു ബിഇബാദത്തിഹിം കാഫിരീൻ. അതായത് ഖിയാമത്ത് നാൾ വരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും പ്രത്യേകിച്ച് മറുപടി ഒന്നും കിട്ടാത്ത ദൈവങ്ങളെ കുറിച്ച്, അങ്ങനെയാണ് നമ്മൾ ആ ദൈവങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അള്ളാഹു അല്ലാത്ത ആരെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ഖിയാമത്ത് നാൾ വരെ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ അടുത്തുനിന്ന് മറുപടി ഒന്നും കിട്ടൂല. മാത്രമല്ല, ഈ ആളുകളൊക്കെ തന്നെ നാളെ പരലോകത്ത് ഇവർക്ക് എതിരായിരിക്കുകയും ചെയ്യും. അതായത് ഇതൊക്കെ സൃഷ്ടികളാണല്ലോ. അപ്പൊ ഈ സൃഷ്ടികളായ ആളുകൾ ഞങ്ങൾ അറിയില്ല എന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാം പരലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബിയോട് ചോദിക്കും, ഇദ് ഖാല അല്ലാഹു യാ ഈസ അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാ. ഈസേ, നീയാണോ പറഞ്ഞത് അള്ളാഹുവിനെ കൂടാതെ എന്നെയും എൻ്റെ മാതാവിനെയും നിങ്ങൾ ദൈവങ്ങളാക്കി കരുതിക്കോ എന്ന് നീയാണോ പറഞ്ഞത് എന്ന് ചോദിക്കും. കാല അപ്പൊ ഈസാ നബി പറയും, കാല സുബ്ഹാനക് മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്. പടച്ചവനെ, എന്താണ് പറയാ? സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധൻ, നീ പറയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാ? അതൊരിക്കലും എനിക്ക് പാടില്ലല്ലോ. ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നിനക്കറിയാം. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം അങ്ങനെ മറുപടി പറയും. ഇതുപോലെ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന എല്ലാവരും അവര് സൃഷ്ടികളായിട്ട് ഭൂമിയിൽ പിറന്നതാണെങ്കിൽ, അവര് മുസ്ലിങ്ങളാണെങ്കിൽ അവര് ഇവരെ നിഷേധിക്കും. ഏറ്റവും അവസാനം നിഷേധിക്കുന്നത് ശൈത്വാനായിരിക്കും. ഇവരെ ഈ ബിംബാരാധനയ്ക്ക് വേണ്ടിയിട്ടും വ്യത്യസ്തമായ ദൈവങ്ങളെ ഷിർക്ക് ചെയ്യാനും അള്ളാഹുവിൽ പങ്കാളികളാക്കാനും ഇങ്ങനെ നിരന്തരമായി ഉപദേശിച്ചു കൊണ്ടിരുന്ന ശൈത്താൻ അവസാനമായിട്ട് അവരെ കൈയൊഴിയും. ഇവരെ നയിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാര് അവരെ കൈയൊഴിയും. ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ, നേതാക്കന്മാർ അനുയായികളിൽ നിന്ന് ഓടിമാറുന്ന ദിവസം. അപ്പൊ നേതാക്കന്മാരും പതുക്കെ മുങ്ങും. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അള്ളാഹു അതിനൊക്കെ പിടിച്ച് ശിക്ഷ കൊടുക്കും, അത് വേറെ വിഷയം. പക്ഷെ നേതാക്കന്മാർ അവിടെ നിന്ന് മുങ്ങാൻ സാധ്യതയുണ്ട്. അതുപോലെ അനുയായികളായിട്ടുള്ള ആളുകൾ അവര് നേതാക്കന്മാരെ കുറ്റപ്പെടുത്തും. നിങ്ങൾ പറഞ്ഞത് ആണല്ലോ ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്.
അതുപോലെ തന്നെ രണ്ടാം കട അനുയായികള് ഒന്നാം കട നേതാക്കന്മാരെ കുറ്റപ്പെടുത്തും. അത് സൂറത്ത് ഫാത്തിറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അവസാനം ഷെയ്ത്താൻ കൈയൊഴിയും. സൂറത്ത് ഇബ്രാഹിമിൽ وقال الشيطان لما قضي الامر ان الله وعدكم وعد الحق ووعدتكم فاخلفتكم. ഷെയ്ത്താന്റെ ഒരു നയപ്രഖ്യാപന പ്രസംഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലാസ്റ്റ് പറയണേ, അള്ളാഹു നിങ്ങളോട് കരാർ പാലിച്ചു, അള്ളാഹു അത് കരാർ നിങ്ങളോട് പറഞ്ഞു, അള്ളാഹു അത് പാലിച്ചു. ഞാൻ നിങ്ങളോട് കരാർ ചെയ്തു, ഞാനത് ലംഘിച്ചു. അങ്ങനെ ഞാൻ ഷെയ്ത്താനല്ലേ, ഞാനത് ലംഘിക്കും. അള്ളാഹുവിന്റെ കരാർ സത്യമായിരുന്നു, അതായിരുന്നു നിങ്ങൾ പാലിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഫലാ തലൂമൂനി വലൂമു അൻഫുസക്കും, നിങ്ങളെ എന്നെ കുറ്റപ്പെടുത്തല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തും എന്ന് പറഞ്ഞ് ഷെയ്ത്താൻ കൈയൊഴിയുന്ന ഒരു രംഗം സൂറത്ത് ഇബ്രാഹിമില് വിശദീകരിക്കുന്നുണ്ട്. സൗകര്യപ്പെടുമ്പോൾ നോക്കിക്കോ, ഭയങ്കര രസമാണ് അത് വായിക്കാന്. നമ്മൾ ഈ ദുനിയാവില് നല്ലത്, ദുനിയാവിന്റെ പിന്നാലെ ഓടി നടന്നിട്ട് ഇതാണ് നല്ലത് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്തു കൂട്ടിയത് ലാസ്റ്റ് ഇങ്ങനെയൊക്കെ ആകുന്ന ഒരു അവസ്ഥ വല്ലാത്ത കഷ്ടമാണ്. അപ്പൊ അതൊന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടും. നമ്മൾ 7-ാമത്തെ ആയത്തിലേക്ക് വരികയാണ്. അപ്പൊ അതാണ് വൈദാ ഹുശറന്നാസു കാനൂ ലഹും അഅദാ, ഒരു പുനരുദ്ധാന ദിവസം വരുമ്പോൾ അവര് തമ്മിൽ ശത്രുക്കളായിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. വഇദാ തുത്ല അലൈഹിം ആയാതുനാ ബയ്യിനാത്ത്, വഇദാ തുത്ല അലൈഹിം, അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, വഇദാ തുത്ല അലൈഹിം ആയാതുന, നമ്മുടെ ആയത്തുകൾ അവരുടെ മേൽ, നമ്മുടെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ, ഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറയും, ലിൽ ഹക്കി, ആ സത്യത്തെക്കുറിച്ച്, ലമ്മ ജാഅഹും, അവരിലേക്ക് വന്ന ആ സത്യത്തെക്കുറിച്ച് അവർ പറയും, ഹാദാ സിഹ്റും മുബീൻ, ഇത് ഒരു മായാജാലമാണ്, ഇതൊരു മായാജാലമല്ലാതെ ഒന്നുമല്ല എന്നവർ പറയും. അപ്പൊ എന്താണ് ഈ മായാജാലം? ഒന്നുകൂടെ, വൈദാ തുത്ല അലൈഹിം ആയാതുന ബയ്യാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളോടുകൂടി നമ്മുടെ വചനങ്ങൾ അവരിലേക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഖാലല്ലദീന കഫറു ലിൽ ഹക്കി ലമ്മ ജാഹും, അവരിലേക്ക് വന്നിറങ്ങിയ ആ സത്യത്തെക്കുറിച്ച് സത്യനിഷേധികൾ പറയും, ഹാദാ സിഹ്റും മുബീൻ, ഇത് വ്യക്തമായ ഒരു സിഹിറാണ്, ആഭിചാരമാണ്. അപ്പൊ എന്താണ് ആഭിചാരമായിട്ട് അവർ പറയുന്നത്? ഖുർആനാണ്. പരിശുദ്ധ ഖുർആനെ കുറിച്ചിട്ടാണ് അവർ ആഭിചാരം എന്ന് പറഞ്ഞത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഏതെങ്കിലും രൂപത്തിൽ ആഭിചാരം നടത്തിയിട്ട് ആരെയും ഇസ്ലാമിലേക്ക് ചേർക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടാണ് ആളുകളെ ഇസ്ലാമിലേക്ക് വിളിക്കുന്നത്. ഏറ്റവും വലിയ കവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിരോധിച്ചത്. അതുകൊണ്ട് പ്രവാചകൻ ഓതിക്കൊടുത്തിരുന്നത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. അപ്പൊ ഖുർആൻ മായാജാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമല്ല ഇത് എന്നവർക്കറിയാം. ഇത് നബിയുടെ വാചകമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിൽ തന്നെ ജീവിച്ചതാണ്. ഫഖദ് ലബിസ്തു ഫീക്കും ഉംറൻ മിൻ ഖബ്ലിഹി, ഇത് പുതുതായിട്ട് പറയുന്ന സംഗതി ഒന്നുമല്ലല്ലോ, ഞാൻ നിങ്ങളുടെ ഇടയിൽ തന്നെയല്ലേ ജീവിച്ചത്. സൂറത്ത് യൂനുസിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ തന്നെയല്ലേ ജീവിച്ചത്, 40 കൊല്ലം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ തന്നെയല്ലേ എന്നെ അല്ലാമീൻ എന്ന് വിളിച്ചത്. നിങ്ങളാണോ മാറി ചിന്തിക്കുന്നത്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമല്ല, ആ സംസാരം എല്ലാവർക്കും അറിയാം. ഇത് സിഹ്റാണെന്ന് അവർ പറയുന്നത്, പ്രത്യേകമായ സംസാരമാണ്. അപ്പൊ അവർ പറയുന്നത് അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ളതല്ല, എന്നിട്ട് അവർ തന്നെ പറയുന്നത് മായാജാലമാണ്. അപ്പൊ അവർ തന്നെ അംഗീകരിക്കുകയാണ് ഇത് മനുഷ്യൻ്റെതല്ല എന്നുള്ളത്. സത്യത്തിൽ അവർ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഓതിക്കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഓതിക്കേട്ടവൻ സിഹിർ ബാധിച്ചവനെ പോലെ ഇതിലേക്ക് ആകൃഷ്ടനായി പോവുകയാണ്. അതാണ് അവരുടെ പ്രശ്നം. ഇത് ഓതിക്കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓതിക്കേൾപ്പിക്കപ്പെട്ടവൻ സിഹിർ പോലെ. എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ റസൂലിനെ നിരന്തരമായി എതിർത്തിരുന്ന ഖുറൈശി പ്രമുഖരായിരുന്ന അബൂജഹലും മുത്തുബത്തും ഷൈബത്തും റബിയത്ത് എല്ലാവരും തന്നെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഇങ്ങനെ ഓതി നമസ്കരിക്കും. അത് കേൾക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ വീടിന്റെ അടുത്ത് വന്ന് മറഞ്ഞു നിൽക്കും ഇവർ, ഖുറൈശി നേതാക്കന്മാർ. അവരെ തമ്മിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞു, മോശമാണ്, നമ്മളുടെ ശത്രുവിന്റെ അടുത്ത് നിന്ന് ഖുർആൻ കേൾക്കാൻ വേണ്ടി നമ്മൾ രാത്രിയിൽ വന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞാൽ മോശമാണ്, അങ്ങനെ വരാൻ പാടില്ല, നന്ദി വരരുത്. അപ്പൊ അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ചു വരരുത്. പക്ഷെ പിറ്റേന്ന് രാത്രിയായപ്പോൾ അവർക്ക് സഹിക്കണില്ല, ഇത് കേൾക്കണം. ഖുർആന്റെ മായാജാലം എന്ന് പറയുന്നത് ഇതാണ്, കേൾക്കണം. അങ്ങനെ അവർ എന്തായാലും ഇപ്പൊ മറ്റുള്ളവരൊന്നും വന്നിട്ടുണ്ടാവില്ലല്ലോ, അപ്പൊ ഞാനൊന്ന് പോയി നോക്കാം, അറിയില്ല എന്ന് വിചാരിച്ചു അങ്ങനെ പോയി നോക്കിയപ്പോ എല്ലാവരും വന്നിരിക്കണു, എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. ഖുർആന്റെ മായാജാലാണ്. അങ്ങനെ അവർ തീരുമാനിച്ചു ഇനി എന്തായാലും വരരുത്, ഇനി വന്നാൽ മോശമാണ്. പക്ഷെ പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോഴും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
അങ്ങനെ എന്തായാലും 2 ദിവസം വന്നതുകൊണ്ട് മറ്റാരും വന്നിട്ടുണ്ടാവില്ല, ഞാനൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തരും വന്നതുപോലെ 3-ാം ദിവസം എല്ലാവരും വന്നിരിക്കുന്നു. അവർ പറഞ്ഞു, നമ്മൾ മുഹമ്മദിന്റെ അടുത്ത് നിന്ന് കേൾക്കുന്ന ഈ വാചകങ്ങളിൽ നമ്മൾ മായാജാലത്തിൽ സിഹിറിന് വിധേയമായിരിക്കുന്നു. അതുകൊണ്ട് ഖുറൈശികളുടെ നേതാക്കളെ നമ്മൾ ചെയ്യുന്നത് മോശമാണ്, നമ്മളിനി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരവിടെ വെച്ചിട്ട് തീരുമാനം എടുത്ത് നിർത്തുകയായിരുന്നു. എന്നിട്ട് അബൂ സുഫിയാനെ പോലെയുള്ള ആളുകൾ പറയാം, ഇത് വളരെ മാധുര്യമുള്ളതാണ്, ഇതിന് ഇത് മനുഷ്യന്റെ കയ്യിൽ നിന്ന് വരുന്നതല്ല, ഇത് ആകർഷിക്കാൻ സാധ്യതയുള്ളതാണ്. പേടിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ, കരയിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ, സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ. അത് കേൾക്കുന്നവർക്ക് അനുസരിച്ചിരിക്കും. കാരണം അത്രമാത്രം ഗൗരവമുള്ള സംഗതികൾ, അത്രമാത്രം ആശ്വാസം നൽകുന്ന സംഗതികൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതുമ്പോൾ അത് നമ്മളിലേക്ക് ആ സമയത്ത് ഇറങ്ങിയ ആയത്ത് പോലെ ഫീൽ ചെയ്യണ കുറെ ആയത്തുകളുണ്ട്. അപ്പോഴങ്ങ് ഇറങ്ങിയതാണെന്ന് തോന്നുന്ന ആയത്തുകളുണ്ട്. അത്രമാത്രം മനുഷ്യനെ ആശ്വസിപ്പിക്കും, പേടിപ്പിക്കും. പേടിച്ചു പോയ ആളുകളുണ്ട്. ചരിത്രത്തിൽ ഒരു മഹാൻ ഖുർആൻ തൊട്ട് പേടിച്ചുപോയി. എല്ലാ ധിക്കാരികളായ ആളുകളും നശിച്ചു പോയിരിക്കുന്നു, അവർ നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോ പേടിച്ചു വറച്ചുകൊണ്ട് ജബ്ബാരിൻ അനീദ്, ധിക്കാരിയായവൻ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് നീ ആക്ഷേപിച്ചില്ലേ എന്ന് പറഞ്ഞ് ഖുർആന്റെ നേരെ ക്രോധം കൊണ്ട് വന്ന ആളുകളുണ്ട്. ഖുർആൻ ദേഷ്യം പിടിപ്പിക്കും, ഖുർആൻ സന്തോഷിപ്പിക്കും, ഖുർആൻ കരയിപ്പിക്കും, ഖുർആൻ പ്രതീക്ഷ നൽകും. പരിശുദ്ധ ഖുർആൻ, ഇതൊന്നും ഖുർആൻ ഓതുമ്പോൾ നമുക്ക് കിട്ടണില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കല്ലേ, എന്തൊരു ഗതികെട്ട അവസ്ഥയല്ലേ നമ്മൾ. ഇതൊന്നും നമുക്ക് ഖുർആൻ ഓതുമ്പോൾ ഒരു ഫീലും ഇല്ല, എവിടുന്ന് എന്തോ കേട്ട പോലെ. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ തന്നെ അതിന്റെ മാധുര്യം മനസ്സിലേക്ക് ആകർഷിക്കും ആളുകളെ. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട്, സംഗീതജ്ഞന്മാര്. കാറ്റ് സ്റ്റീവൻസിന്റെ ഒക്കെ കഥ, യൂസുഫ് ഇസ്ലാമിന്റെ ഒക്കെ കഥ നിങ്ങൾക്ക് അറിയണ്ടാവും. ഖുർആൻ എന്ന് പറഞ്ഞാൽ വലിയ ആകർഷണ. അതുകൊണ്ടാണ് അവർ സിഹിർ, അവര് തന്നെ സിഹിർ എന്ന് വിളിച്ചിരുന്നു പരിശുദ്ധ ഖുർആൻ. അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. എന്നിട്ട് അവർ പറഞ്ഞ് ഇങ്ങനെ സിഹിർ ബാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് സിഹിർ ഉണ്ടായത്? ഒരു സിഹിർ ഉണ്ടായില്ല. ഇപ്പോൾ എന്താ സിഹിർ അവർക്ക് തോന്നാൻ കാരണം? എന്നിട്ട് അങ്ങനെ സിഹിറായ സംഗതി അവർ പറയാം, ഇത് മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയതാണ്. മുഹമ്മദിന്റെ സംസാരം അവർ കേട്ടിട്ട് ആ സംസാരത്തിൽ ഈ 40 കൊല്ലമായിട്ട് അവർ മയങ്ങിയിട്ടുണ്ടോ? എവിടെയെങ്കിലും അവർ മയങ്ങി വീണിട്ടുണ്ടോ? ഈ 40 കൊല്ലത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ മുഹമ്മദിന്റെ സംസാരത്തിൽ അവർ തലകുത്തി വീണിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഈ അള്ളാഹുവിന്റെ കലാമിൽ അവർ തലകുത്തി വീഴുന്നു, അവർ പേടിക്കുന്നു. ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം. എന്തിനാണ് മകളെ നിന്നെ കുഴിച്ചു മൂടിയത് ജീവനോടെ? വിറച്ചുപോയി. അതിനുശേഷം അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല അറേബ്യയിൽ. പെൺകുട്ടി പിറന്നിട്ടുണ്ടെങ്കിൽ മോശമായി കരുതുകയും അതിനെ കുഴിച്ചു മൂടുകയും ചെയ്യുന്ന പതിവ് ചില ഗോത്രങ്ങൾക്കുണ്ടായിരുന്നു. സൂറത്തു നഹലിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ ആയത്തിറങ്ങിയപ്പോഴാണ് സഹാബാക്കളിൽ പലരുടെയും കണ്ണിൽ നിന്ന് ധാരധാരായ കണ്ണീർ ഒഴുകി വീണത്. ഇദാ ബുശ്ശിറ അഹദുഹും ബിൽഉൻസ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കലീം. ഒരു പെൺകുട്ടി ഉണ്ടായി എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവന്റെ മുഖം കറുത്തിരുളുകയാണ്. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്. ഒരു മനുഷ്യന്മാരിൽ നിന്ന് മാറി നടക്കുകയാണ്. അപമാനഭാരം സഹിച്ചുകൊണ്ട് ഈ കുട്ടിനെ വളർത്തണോ അതല്ല ഇതിനെ ജീവനോടെ കുഴിച്ചു മൂടണം എന്ന് നോക്കിയിട്ട് അങ്ങനെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു ചരിത്രമുള്ള ഒരു സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഇദൽ മൗഊദത്തു സുഇലത്, എങ്ങനെ പറയുന്നത്? ഇദശംസു കുബിറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന ഖിയാമത്ത് നാളിനെ സാക്ഷിയാക്കിയിട്ട് പറയണ ഇദൽ മൗഊദത്തു സുഇലത്. ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെടുമ്പോൾ വിറച്ചു പോയില്ല, അവര് പേടിച്ചു പോയി. ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ അത്രമാത്രം ശക്തമായ വാചകങ്ങളാണ് പരിശുദ്ധ ഖുർആൻ ചില സന്ദർഭത്തിൽ. അതോടൊപ്പം ഇത് കവിതയാണോ? കവിതയല്ല. കവിതയാണോ? എന്ത് കവിത? എവിടെ ഇതിൽ കവിത? പിന്നെന്താണ്? ഇത് പ്രസംഗത്തിന്റെ ശൈലിയാണ്. മനുഷ്യന്റെ മനസ്സിലേക്ക് തറച്ചു കയറുന്ന പ്രസംഗ ശൈലിയാണ് ഖുർആൻ. പ്രസംഗത്തിലേതുപോലെ ആവർത്തനമുണ്ട്, ഊന്നി പറയലുണ്ട് പരിശുദ്ധ ഖുർആനിൽ. എന്നാൽ അതിമനോഹരമായ പ്രാസങ്ങളാണ്, കവിതയെ വെല്ലുന്ന പ്രാസങ്ങൾ. അറബിക് കവികൾക്ക് കാഫിയ എന്ന് പറയും, അന്ത്യപ്രാസം യോജിപ്പിക്കുന്നതിന്. അറബിക് കവികൾക്ക് ഒരിക്കലും പിടുത്തം കിട്ടാത്ത രൂപത്തിലുള്ള അന്ത്യപ്രാസ നിബദ്ധമായ ആയത്തുകൾ കൊണ്ട് ഖുർആൻ കളിക്കുന്നത് നമുക്ക് കാണാം.
വശംസി വളുഹാഹാ ഹാ ഹാ വെച്ചിട്ട് കളിക്കുന്നു. വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ഷാഹാ വസ്സമാഇ വമാ ബനാഹാ അവസാനം വരെ ഹാ. പ്രാസം കൊണ്ട് കളിക്കുന്നു, പക്ഷേ കവിതയല്ല. ഹും ഹും എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ പ്രാസം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അവർക്ക് പറ്റിയിരുന്നില്ല. പരിശുദ്ധ ഖുർആൻ അതാണ് അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹി അളല്ല അമാലഹും വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം കഫറ അൻഹും സയ്യിആതിഹിം വഅസ്ലഹ ബാലഹും. ഹും ഹും എന്ന് വെച്ചിട്ടുള്ള പ്രാസങ്ങൾ. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. നൂന് വെച്ചുള്ള പ്രാസങ്ങൾ. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഹാ ഹാ വെച്ചിട്ടുള്ള പ്രാസങ്ങൾ. വസ്സാഫാത്തി സ്വഫാ വസ്സാജിറാത്തി സജ്റ. ആ ആ വെച്ചിട്ടുള്ള പ്രാസങ്ങൾ. എന്ത് രസാണ് ഖുർആനിന്റെ പ്രാസങ്ങൾ എന്നറിയോ. ഇതൊക്കെ അവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഒരുപാട് ശ്രമിച്ചു നോക്കിയതാ, പറ്റിയില്ല. പരിശുദ്ധ ഖുർആൻ ഭയങ്കര ഒരു മായാജാലം പോലെയാണ് അവർക്ക് തോന്നിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശോധിക്കാൻ വേണ്ടിയിട്ട്, ഇത് എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ട് ഒരു കവിയെ വിളിച്ചു വരുത്തി. ആ കവിയെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്, അവിടെ എത്തുമ്പോൾ നമുക്ക് പറയാം. അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ആ കവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എവിടെ നിന്റെ ഖുർആൻ, നീ ഒന്ന് ഓദിക്കേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാൻ തുടങ്ങി സൂറത്തു സുഖ്റുഫ്. അങ്ങനെ ഓതിയിട്ട് 11ാമത്തെ ആയത്തെത്തിയപ്പോൾ നബിയുടെ വായ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. മുഹമ്മദ് ഇനി ഓതല്ലേ, ഞാൻ തളർന്നു പോകുന്നു പറഞ്ഞു. കാരണം കവികളെ കുറിച്ചിട്ട് അതിലൊരു കൊട്ടലുണ്ട്. സ്വന്തം ഇഷ്ടം പിന്തുടരുന്ന ആളുകളല്ലേ ഈ കവികൾ എന്ന് പറയുന്നത്. അവർ എന്താണ് സമൂഹത്തിന് നൽകിയത്? സൂറത്തു ഷുആറാ എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെ ഉണ്ട്. അധ്യായത്തിൽ ചോദിക്കുകയാണ്, ഹൽ ഉനബ്ബിഉക്കും അലാ മൻ തനസ്സലു ശയാത്തീൻ. ശൈത്താന്മാരിങ്ങനെ വരി വരിയായി വന്നിറങ്ങുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? ഇന്നത്തെ കവികളുണ്ട്. സത്യത്തിന് വേണ്ടി ഒന്നും പറയാത്ത, സ്വന്തം ഇഷ്ടം, കള്ളിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും മദ്യത്തെക്കുറിച്ചും WWW എന്ന് പറഞ്ഞാരോ. വൈൻ വിമൺ വാർ, ഇതായിരുന്നു പഴയ കവികളുടെ തിയറി. അതിനെക്കുറിച്ച് പാടി നടന്നിട്ട്, കള്ള് കുടിച്ചിട്ട്, ബോധമില്ലാതെ നടന്നിട്ട് എന്ത് കവിത, അത് എന്ത് പ്രയോജനം? പരിശുദ്ധ ഖുർആനിൽ അങ്ങനത്തെ ഒരു ആയത്ത് പോലും ഇല്ല. എല്ലാ ആയത്തും വളരെ അർത്ഥനിഷ്ഠമാണ്, സൂക്ഷ്മമാണ്, മനസ്സിലേക്ക് തറച്ചു കയറുന്നതാണ്, കുളിർമഴ പെയ്യിപ്പിക്കുന്നതാണ്, പേടിപ്പെടുത്തുന്നതാണ്, ഭീഷണിപ്പെടുത്തുന്നതാണ്, വാഗ്ദാനങ്ങളുള്ളതാണ്. അതാണ് ഖുർആൻ. അതുകൊണ്ടാണ് അവർ സിഹ്ർ എന്ന് പറഞ്ഞ് ഒഴിവാകായിരുന്നു. അം യഖൂലൂന ഇഫ്തറ, അടുത്ത ആയത്ത് അം യഖൂലൂന ഇഫ്തറ, ഇത് ഇയാൾ സ്വന്തം പടച്ചുണ്ടാക്കിയതാണെന്നാണ് അവർ പറയണത്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അം യഖൂലൂന ഇഫ്തറ, ഈ ആയത്തുകൾ, അത് നബിയുടെ വാക്കുകളൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് അങ്ങനെയുള്ള വാചകങ്ങൾ അം യഖൂലൂന ഇഫ്തറ, അത് അദ്ദേഹം കെട്ടിയുണ്ടാക്കിയതാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഖുൽ, നബിയെ പറയുക, ഇൻ ഇഫ്തറൈതുഹു, ഞാനാണത് കെട്ടിയുണ്ടാക്കിയിരുന്നതെങ്കിൽ. ഖുൽ, നബിയെ പറയുക, ഇൻ ഇഫ്തറൈതുഹു, ഇത് ഞാനാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ഫലാ തംലികൂന ലീ മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിങ്കിൽ നിന്ന് എന്നെ ആരെ രക്ഷിക്കാനുണ്ടാവുക? ഫലാ തംലികൂന ലീ, നിങ്ങൾക്ക് ഉടമപ്പെടുത്താൻ സാധിക്കുകയില്ല, ലീ എന്നെ, മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന്, ഷൈഅൻ, ഒന്നും. അതായത് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കൊന്നും എനിക്ക് അധീനപ്പെടുത്തില്ല, എന്നെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ അടുത്ത്. അപ്പൊ നിങ്ങൾ പറയുന്നതിന്റെ വൈരുദ്ധ്യം ഒന്ന് നോക്ക്. 40 കൊല്ലം ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചു. 1-2 കൊല്ലമല്ല, 40 കൊല്ലം. ആ 40 കൊല്ലത്തിൽ എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നുണ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ തന്നെ എനിക്കിട്ട പേരാണ് അല്ലമീൻ എന്ന്. ഞാൻ പറഞ്ഞതാണോ എന്നെ വിളിക്കാൻ? സ്വന്തം കാര്യത്തിന് പോയിട്ട്, ഏത് ചെറിയ കാര്യത്തിനോ വലിയ കാര്യത്തിനോ സ്വന്തം കാര്യത്തിനോ മറ്റുള്ളവരുടെ കാര്യത്തിനോ മുഹമ്മദ് നുണ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അല്ലമീൻ എന്നുള്ളത് നിങ്ങൾ എന്നെ വിളിച്ചതാണ്. അങ്ങനത്തെ ഞാൻ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ സ്വന്തം കാര്യത്തിന് കളവ് പറയാത്ത ഞാൻ? നിങ്ങൾ പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ വഹുവ യുദ്ആ ഇലൽ ഇസ്ലാം. നല്ല നല്ല കാര്യത്തിലേക്ക്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം,
മാതാപിതാക്കളെ സ്നേഹിക്കണം, സത്യം പറയണം, നുണ പറയരുത് എന്നൊക്കെ ഉപദേശിക്കുന്ന ഒരാള് അള്ളാന്റെ പേരിൽ കളവ് പറയാം. നിങ്ങൾ പറയണതിൽ എന്ത് വൈരുദ്ധ്യ? നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയാണ് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അള്ളാഹു പറഞ്ഞത്, കുൽ ഇനിഫ്തറൈതുഹു ഫലാ തംലികുന ലി മിനല്ലാഹി. അപ്പൊ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ആരാ സാധിക്കുക? ഹുവ അഅലമു ബിമാ തുഫീദൂന ഫീ. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു നന്നായി അറിയുന്നുണ്ട്. നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നതും നിങ്ങൾ ഈ ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് മറ്റുള്ളവരെ തടയുന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹു വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും വിലപ്പോകുന്ന വാദങ്ങളല്ല എന്ന് പറഞ്ഞതാണ്. ഖുർആനിന്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന സംഗതി അത് സിഹറാണ്, അത് പുറത്തുനിന്ന് കേട്ടതാണ്, അത് ഷിയറാണ്, കവിതയാണ്, അത് മായാജാലമാണ്, അത് സിഹറാണ്, അത് കാഹിനാണ്, ജ്യോത്സ്യനാണ്, ഇങ്ങനെ പല വാക്കുകളും നിങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറയും അജമിയുടെ അടുത്തുനിന്ന് കേട്ടതാണ്, അതായത് പുറത്തുനിന്ന് ഒരാളുടെ അടുത്ത് കേട്ടതാണ് നിങ്ങൾ പറയുന്നുണ്ട്. ഇസാനുല്ലദി യുൽഹിദൂന ഇലൈഹി അജമിയുൻ, ഒരു അജമിയുടെ വാക്കാണ് ഇതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ലിസാനുൻ അറബിയും മുബീൻ, ഇത് നല്ല വ്യക്തമായ അറബിയല്ലേ? ഇതിനേക്കാൾ ശുദ്ധമായ അറബി ഏതാണുള്ളത്? പരിശുദ്ധ ഖുർആൻ അറബി, നിലവിലുണ്ടായിരുന്ന അറബി ഗോത്രങ്ങളുടെ എല്ലാവരുടെയും ഭാഷ കടമെടുത്തിട്ടുണ്ട്. അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ അറബി ഭാഷയും ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചൊരു പുസ്തകമുണ്ട്. പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച അറബി ഓരോ ഗോത്രം, ഏതൊക്കെ ഗോത്രങ്ങളാണ് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്നുണ്ട്. അതിന് പ്രാദേശികമായിട്ട് അർത്ഥമുണ്ട്. അതല്ലാതെ ആ ഓരോ ഗോത്രങ്ങൾക്കും അവരുടേതായ പ്രാദേശിക ഭാഷയിൽ അതിന് വേറെ അർത്ഥമുണ്ട്, അറബി ഭാഷയിൽ വേറെ അർത്ഥമുണ്ട്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇത്രമാത്രം വ്യക്തമായ ഒരു ലിസാൻ, ഒരു ഭാഷയോട് കൂടി നിങ്ങളുടെ ഇടയിലേക്ക് അവതരിച്ചിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ അജമി ഉണ്ടാക്കിയതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബി അല്ലാത്ത വേറെ ഒരാൾ അവിടെ വന്നിട്ടുണ്ട്, അയാളിൽ നിന്ന് കേട്ട് പറയുന്നതാണ് എന്നൊക്കെ പറയാം. നാണുണ്ടോ നിങ്ങൾക്ക്? എന്ത് പറച്ചിലത്? അങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് പറയണേ, ഇനി നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, കഫ ബില്ലാഹി ഷഹീദൻ ബൈനി ബൈനക്കും, എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഷഹീദായിട്ട്, സാക്ഷിയായിട്ട് അള്ളാഹു മതി. എന്റെയും നിങ്ങളുടെയും ഇടയിൽ സാക്ഷിയായിട്ട് അള്ളാഹു മതി, വേറെ ആരും വേണ്ട. എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പ്രതിഫലം ചോദിച്ചോ? എന്തെങ്കിലും പ്രതിഫലം ചോദിച്ചോ? ഖറാജ് റബ്ബിക ഖൈർ, അള്ളാഹുവിന്റെ അടുത്തുള്ള പ്രതിഫലമാണ് എനിക്ക് വേണ്ടത്. ഒമാ തസ്അലുഹും അലൈഹി മിൻ അജ്ർ, അദ്ദേഹം നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിച്ചിട്ടില്ല. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുത്താണ്. എത്ര അടുത്ത് എല്ലാ പ്രവാചകന്മാരും ഇത് പറയണേ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കാശ് വേണ്ട. അവരൊന്ന് ചോദിച്ചാണ്, കാശ് തരട്ടെ? വേണ്ട. ഏതെങ്കിലും സ്ത്രീയെ കല്യാണം കഴിപ്പിച്ച് തരട്ടെ? സുന്ദരിയായ? വേണ്ട. മക്കയിലെ രാജാധിപത്യം തരട്ടെ? വേണ്ട. ഇത് ഈ കൂലിക്കുള്ള പണിയല്ല. ഇത് നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള പണിയാണ്. എന്റെ ഉദാഹരണം മസലി, എന്റെ ഉദാഹരണം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മസലില്ലദി ഔഖദ നാറ, വിറക് കത്തിച്ച, തീ കത്തിച്ച ഒരാളുടെ ഉദാഹരണം പോലെയാണ്. കൂരിരുട്ടുള്ള രാത്രിയിൽ ഒരാളതാ വന്നിരുന്ന് തീ കത്തിക്കുന്നു. അപ്പോൾ വെളിച്ചം കണ്ടിട്ട് അതിലേക്കതായ പാറ്റകൾ, ഈയാമ്പാറ്റകൾ ഓടിയെടുക്കുന്നു. ആ പാറ്റകൾ ആ തീയിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് ആ തീയിന്റെ വക്കിലിരുന്നു കൊണ്ട് ഇയാൾ ആ പാറ്റകളെയൊക്കെ ആട്ടിമാറ്റുകയാണ്. അങ്ങനെ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യരെ നരകത്തിൽ നിന്ന് ആട്ടിമാറ്റുന്ന ചുമതലയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് എൻ്റെ പണി എന്ന് അവിടുന്ന് പറയണം. അതാണ് റസൂലിന്റെ പണി. അപ്പൊ അതുകൊണ്ട് ഇതിന് നിങ്ങളുടെ വേറെ ആരുടെയും സാക്ഷ്യത്വം എനിക്ക് വേണ്ട, ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. അല്ലാഹു മഷ്ഹദ് എന്നാണ് പറഞ്ഞത്. അവസാനത്തെ മക്ക ഫത്തഹിൽ പ്രസംഗം നടത്തിയതിന് ശേഷം, ഹജ്ജത്തുൽ വിദായിൽ പ്രസംഗം നടത്തിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹു മഷ്ഹദ്, പഠിച്ചവനെ നീ സാക്ഷി. അപ്പോ സൂറത്തു റാദിൽ നമുക്ക് കാണാൻ സാധിക്കും അവസാനത്തെ ആയത്ത്, വയഖൂലുല്ലദീന കഫറു ലസ്ത മുർസല, സത്യനിഷേധികൾ പറഞ്ഞു താങ്കൾ പ്രവാചകനല്ല. ഖുൽ പറയുക, കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വ ബൈനക്കും, എന്റെയും നിങ്ങളുടെയും ഇടയിൽ സാക്ഷിയായിട്ട് അള്ളാഹു മതി, വേറെ ആരും വേണ്ട. അള്ളാഹു മതി. അള്ളാഹു നീ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ നീ പ്രവാചകനാണ്. സൂറത്തുൽ മുനാഫിഖൂൻ എടുത്ത് ഓതി നോക്ക്. ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലു നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, മുനാഫിഖീങ്ങൾ വന്നിട്ട് പറയും താങ്കൾ അള്ളാന്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു.
അള്ളാഹു യാലമു ഇന്നക്കല റസൂലു. അള്ളാഹുവിനെ അറിയാം അള്ളാഹുവിന്റെ റസൂലാണെന്ന്. നിങ്ങളെ സാക്ഷിയൊന്നും വേണ്ട, പോ. വേറെ ആരുടെ സാക്ഷ്യം വേണ്ട. നിങ്ങൾ സ്വീകരിച്ചോ നിങ്ങൾക്ക് വേണമെങ്കിൽ. നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പ്രശ്നം നിങ്ങൾക്ക് തന്നെയാണ്. ഇത് ആരെയും നിർബന്ധിച്ചിട്ടില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ. 200ഓളം ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. 200ഓളം ആയത്തുകൾ വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യം ഊന്നി പറയുന്നതാണ്. നിങ്ങൾ സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അള്ളാഹുവിന്. അങ്ങനെയാണ് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് തന്നെ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ബലമില്ല. ഇന്നാലേക്ക് ഇല്ലൽ ബലാഗ്, അവിടെ എത്തിച്ചു കൊടുക്കേണ്ട പണിയേ നിനക്കുള്ളൂ. അപ്പൊ തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, ജനങ്ങളെല്ലാവരും വിശ്വാസികളാവുന്നത് വരെ നീ ഇങ്ങനെ അവരെ നിർബന്ധിക്കണോ? അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. ഇത് എത്തിച്ചു കൊടുക്കുക. ഇതാണ് ഇസ്ലാം, ഇതാണ് അള്ളാഹുവിന്റെ മാർഗം, ഇതാണ് വിജയത്തിന്റെ മാർഗം. വേണമെങ്കിൽ സ്വീകരിച്ചോ, സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. പരലോകത്ത് കിട്ടും, അത് വേറെ വിഷയം. പക്ഷെ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വബൈനക്കും, എന്റെയും നിങ്ങളുടെയും ഇടയിൽ സാക്ഷിയായിട്ട് അള്ളാഹു മതി. വഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഗഫൂറാണ്, റഹീമാണ്. അവൻ ഗഫൂറാണ്, പുറത്തു തരുന്നവനാണ്. റഹീമാണ്, കാരുണ്യവാനാണ്. എന്താണ് റഹീം എന്നുള്ളതിന്റെ യഥാർത്ഥ വിവക്ഷ? റഹ്മാൻ റഹീം എന്ന് നമ്മൾ പറയലുണ്ടല്ലോ. റഹ്മാൻ റഹീം, റഹീമിന് ഒരു പ്രത്യേക വിവക്ഷ ഉണ്ട്. എന്താന്ന് വെച്ചാൽ, ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവർക്ക് പരലോകത്ത് പ്രത്യേകമായിട്ട് അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനെന്നാണ്. അപ്പൊ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത്, അതായത് ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവർക്കും അനുസരിക്കാതെ ജീവിക്കുന്നവർക്കും ഒരുപോലെ അനുഗ്രഹം ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ഇനി നമ്മൾ ചോദിക്കരുത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അള്ളാഹുവിന് ഇബാദത്തൊക്കെ ചെയ്ത് അള്ളാഹുവിന് മാത്രം അനുസരിച്ച് ജീവിച്ചിട്ട് എൻ്റെത് വലിയൊരു കഷ്ടം പിടിച്ച ജീവിതവും, അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടും ഒരിക്കലും ഇസ്ലാമികമായ ഒന്നും ചിന്തിക്കാത്ത അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടാണ് അള്ളാഹു ഇത്രമാത്രം സൗഭാഗ്യങ്ങൾ നൽകിയത് എന്ന് ഇനി ചോദിക്കരുത്. റഹ്മാന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. അവിടെ അള്ളാഹു ഒരുപോലെ ഗുണം കൊടുക്കും, ഒരുപോലെ അനുഗ്രഹം ചെയ്യും. എന്നാൽ റഹീം എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതാണ്. നമ്മൾ ഇഹലോകത്ത് നന്നായി അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചാൽ പരലോകത്ത് നമുക്ക് പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഗുണം ചെയ്തു തരും. അതാണ് റഹീം. അപ്പൊ അവൻ ഗഫൂറാണ്, പുറത്തു തരുന്നവനാണ്. അള്ളാഹു എത്രമാത്രം ഗഫൂറാണ് എന്ന് വെച്ചാൽ, അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയൊരു വാക്ക് പറയാം. ഇനിയിപ്പോൾ എപ്പോഴെപ്പോഴും ഇത് പറയേണ്ടി വരില്ല, പക്ഷെ ഇപ്പോൾ ഒന്ന് പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും പുറത്തു കൊടുക്കുന്ന പോലെയല്ല. നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കണ്ട് അയാളെ പൊറുക്കാൻ പറ്റും? നമ്മൾ പുറത്ത് വിചാരിക്കുക, ഞാനൊക്കെ പുറത്തു വന്നു പറയാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിങ്ങനെ കിടക്കുന്നുണ്ടാവും. എന്നാലും അവനോട് അങ്ങനെ ചെയ്തില്ലേ എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും, അല്ലേ? ഉണ്ടാവും. നമ്മുടെ സ്വഭാവമാണത്. മാത്രമല്ല, ഒരാളൊരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അയാൾക്ക് പുറത്തു കൊടുക്കാൻ സാധിക്കാതെ ജീവിതകാലം മുഴുവൻ അയാളായിട്ട് പിണങ്ങി നടക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ അള്ളാഹിനോടാണല്ലോ തെറ്റ് ചെയ്യണേ. നമ്മൾ തെറ്റ് ചെയ്യുന്നതൊക്കെ അള്ളാഹുവിനോടാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം, നിങ്ങൾ പശ്ചാത്തപിച്ചാൽ ആ തെറ്റിനെ അള്ളാഹു മായ്ച്ചു കളയും. അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹമാണ് കേട്ടോ. അത്താഇബു മിനൽ ദംബി കമല്ലാ ദംബല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാള് തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച ആള് തെറ്റില്ലാത്തവനെ പോലെയാണ്. അപ്പൊ അതങ്ങ് മായ്ച്ചു കളയും. അതാണ് ഗഫൂർ. ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല. വിഡ്ഢിത്തം കാരണമായിട്ട് തെറ്റ് ചെയ്തു പോയ ആളുകളുണ്ട്, അവർക്കാണ് അള്ളാഹുവിന്റെ അടുത്ത് തൗബ ഉണ്ട്. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. തൗബ സ്വീകരിക്കുകയും ചെയ്യും, പിന്നെ കുറെ കാരുണ്യം ചെയ്തു കൊടുക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ തൗബ ചെയ്യണം, അത് ആത്മാർത്ഥമായിരിക്കണം. തൗബത്തൻ നസൂഹ, ആത്മാർത്ഥമായിട്ട്. തരികിട തൗബ കൊണ്ട് കാര്യമില്ല. തൽക്കാലം പടച്ചവനോട് തരാം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വരെ അള്ളാഹുവിനെ അറിയാം. അതുകൊണ്ട് നമ്മൾ തരികിട പടച്ചവനെ പൊറുക്കണേ, റബ്ബനാ ഗഫിർലനാ ദുനൂബന അങ്ങനെ പറഞ്ഞോണ്ട് കാര്യമില്ല. ഉള്ളിൽ തട്ടിയിട്ട് പറയണം, പടച്ചവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി പുറത്തു തരണേ. ഒരു സംഭവം ഒക്കെ അറിയാം. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഒരു അടിമ, ഇപ്പം മനുഷ്യന്മാരാണ് തെറ്റുകൾ ചെയ്യുമല്ലോ, ഒരു അടിമ തെറ്റ് ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കളോട് പറയാത്രേ, നിങ്ങളെ തെറ്റായിട്ട് എഴുതല്ലട്ടാ, എഴുതല്ല, രേഖപ്പെടുത്തല്ലേ. ചിലപ്പോൾ അയാൾ പശ്ചാത്തപിക്കും. അങ്ങനെ മലക്കൾ കാത്തിക്കുകയാണ്, ഇയാൾ പശ്ചാത്തപിക്കുണ്ടോ എന്ന്. അങ്ങനെ അയാൾ പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, എഴുതണ്ട, ഞാൻ പശ്ചാത്തപിച്ചിരിക്കണം, അതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല. തായിബു മിനൽ ദംബി കമല്ലാ ദംബലം. അങ്ങനെ തെറ്റില്ലാത്തവനെ പോലെയാണ്, അവിടെ തെറ്റ് എഴുതണ്ടെന്ന് പറയും. അങ്ങനെ പശ്ചാത്തപിക്കണില്ലേ? കുറെ കഴിഞ്ഞിട്ട് ചില ആളുകൾ പറയുന്നുണ്ട്, ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു വക്ത് മുതൽ അടുത്ത വക്ത് വരെ കാക്കുന്നതാണ്. അങ്ങനെയും പശ്ചാത്തപിക്കണില്ലെങ്കിൽ ഒരു തെറ്റ് എഴുതിക്കോ, പിന്നെ എപ്പോഴേലും പശ്ചാത്തപിക്കുമ്പോൾ വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകൾ കൊടുത്ത നിർദ്ദേശം എങ്ങനെയാണ്?
എന്തോ ഒരു സ്നേഹത്തോട് കൂടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഡീൽ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതൊരു സ്നേഹത്തോട് കൂടിയിട്ടാണ്. പക്ഷെ മനുഷ്യനുണ്ടല്ലോ, ഇന്നൽ ഇൻസാന കഫൂർ, മനുഷ്യൻ കഫൂറാണ്, നന്ദി കെട്ടവനാണ് മനുഷ്യൻ. അള്ളാഹുവിനോട് നന്ദി കെട്ടവനാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് അറിയുമെങ്കിൽ നന്ദി കെട്ടവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ ആദമിന്റെ മക്കളൊക്കെ തന്നെ തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമരാരാണെന്ന് അറിയോ? പശ്ചാത്തപിക്കുന്നവരാണ്. അതുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ടേ ഇരിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഇന്നി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി കുല്ലി യൗമിൻ അക്സറ മിൻ മിഅത്തി മറ, ഓരോ ദിവസവും അള്ളാഹുവിലേക്ക് ഞാൻ 100-ലധികം തവണ പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളതൊരു ശീലാക്കുക, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുക. ഒരൊറ്റ കണ്ടീഷൻ ഉള്ളിൽ നിന്ന് വരണം, ആത്മാർത്ഥമായിരിക്കണം നമ്മുടെ പശ്ചാത്താപം. തരിയുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹുവിനറിയാം നിങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. മലക്കൾക്കറിയില്ല, അള്ളാഹുവിനറിയാം. 9-ാമത്തെ ആയത്തിലേക്ക് പോവാം. ഖുൽ, നബിയെ പറയുക, മാ കുന്തു ബിദ്അൻ മിനർ റുസുലി വമാ അദ്രി മാ യുഫ്അലു ബി വലാ ബിക്കും. മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ, ഞാൻ പ്രവാചകന്മാരിൽ ഒരു പുതിയ ആളല്ല. വമാ അദ്രി മാ യുഫ്അലു ബി വലാ ബിക്കും, വമാ അദ്രി എനിക്കറിയില്ല, മാ യുഫ്അലു ബി എനിക്ക് എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത്. എനിക്കെന്താ സംഭവിക്കുക എന്നുള്ളത് എനിക്കറിയാം, വലാ ബിക്കും നിങ്ങൾക്കും, നിങ്ങളെ കൊണ്ടും എന്നെ കൊണ്ടും എന്തൊക്കെ ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഞാനൊരു പുതിയ പ്രവാചകനല്ല എന്ന് പറഞ്ഞാൽ, പ്രവാചകന്മാരുടെ കൂടെ ആദ്യം വന്ന, നിങ്ങൾ പറയുന്നത് കേട്ടാൽ ആദ്യം വന്ന പ്രവാചകനെ പോലെ ഉണ്ടല്ലോ. ഞാനൊരു ആദ്യത്തെ പ്രവാചകനൊന്നുമില്ല. എത്രയോ പ്രവാചകന്മാർ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇത് പ്രവാചകന്മാരിൽ പുതിയൊരാളെന്നല്ല. ഈ നത്തബ്യ എല്ലാം യൂഹ ഇലയ്യ, എനിക്ക് വഹി കിട്ടുന്നതിനെ പിന്തുടരാണ് ഞാൻ ചെയ്യുന്നത്. ഒമാ അന ഇല്ലാ നദീർ മുബീൻ, ഞാൻ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്വർഗം എൻ്റെ ഉത്തരവാദിത്തമല്ല, അത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടാണ്. എന്റെ ഉത്തരവാദിത്തം നിങ്ങളിലേക്ക് ഇത് എത്തിച്ചു തരിക എന്നുള്ളതാണ്, മുന്നറിയിപ്പ് തരിക എന്നുള്ളതാണ്, വഴി കാണിച്ചു തരിക എന്നുള്ളതാണ്. ഒന്നുകൂടെ നോക്കോ, കുൽ, നബിയെ പറയുക, മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ, ബിദ്അത്ത് എന്ന് കേട്ടില്ലേ? പുതുതായിട്ട് ഉണ്ടാക്കണമെന്നാണ് ബിദ്അത്ത്. നമ്മൾ സാധാരണ ബിദ്അത്താണ്, അത് ബിദ്അത്താണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? മാ കുന്തു, ഞാനല്ല, ബിദ്അൻ മിനർ റുസുൽ, പ്രവാചകന്മാരിൽ ആദ്യത്തെ ആളല്ല. പുതുതായി വന്ന പ്രവാചകൻ അല്ല, ആദ്യത്തെ ആളല്ല. ഇതിനു മുമ്പ് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഒമാ അദ്രി മാ യുഫ്അലു ബി വലാ ബിക്കും, എനിക്കും നിങ്ങൾക്കും എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. അതായത് ഈ നാളത്തെ സംഗതി എന്താണെന്നുള്ളത് എനിക്കറിയില്ല, പ്രവാചകൻ അറിയില്ല. നിങ്ങൾക്ക് എന്താ സംഭവിക്കുക, എനിക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ, അള്ളാഹു എനിക്ക് വഹി തരുന്നു, അതിനെ ഞാൻ പിന്തുടരുകയാണ്. ഇൻ അത്തബിഉ, ഞാൻ പിന്തുടരുന്നില്ല, ഇല്ലാ മാ യൂഹാ ഇലൈ, എനിക്ക് വഹി ലഭിക്കുന്നതല്ലാതെ. വമാ അന, ഞാനല്ല, ഇല്ലാ നദീർ മുബീൻ, വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരനല്ലാതെ. എന്ന് പറഞ്ഞാൽ ഞാനൊരു വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. ഞാൻ വഹീനെ പിന്തുടരുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, എനിക്കെന്ത് സംഭവിക്കും നാളെ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആളുമല്ല. എന്തൊക്കെ ചോദ്യ ചോദിക്കണത് ഇവര്, എന്തൊക്കെ ചോദ്യം ചോദിച്ചത്? പ്രവാചകരെ, നിങ്ങൾ ഇതൊക്കെ ഒരു പ്രവാചകനാണോ? കരിമാ അലി ഹാദർ റസൂൽ, ഇത് എന്തു പ്രവാചകനാ? സൂറത്ത് ഫുർഖാൻ എടുത്തു നോക്കി നിങ്ങൾ, അതിൽ കുറെ ചോദ്യങ്ങൾ കാണാം. കരിമാ അലി ഹാദർ റസൂൽ യഅ്കുലു ത്വആമ വയംശി ഫിൽ അസ്വാഖ്, ഫുഡ് കഴിക്കണ, ഭക്ഷണം കഴിക്കണ പ്രവാചകൻ, അങ്ങാടിയിലൂടെ നടക്കുന്ന പ്രവാചകൻ, ഇതെന്ത് പ്രവാചകനാ? പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടക്കുമ്പോൾ 2 മലക്കുകൾ ഇങ്ങനെ അകമ്പടിയൊക്കെ സേവിച്ചിട്ട് വേണ്ട നടക്കാൻ, അങ്ങനെയൊക്കെയല്ലേ പ്രവാചകൻ? ഇതെന്ത് പ്രവാചകനാ? പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ഒരു തോട്ടം കൂടെ ഉണ്ടാക്കണ്ടേ? ഇതിന് മക്ക കണ്ടില്ലേ, ഒരു ഉണങ്ങിയ സ്ഥലല്ലേ? ഇവിടെ നല്ല ഈത്തപ്പനത്തോട്ടം ഉണ്ടാക്കിയിട്ട് അരുവികൾ ഒഴിക്കണ്ടേ? അരുവികൾ ഒഴിവാക്കണ്ടേ? അതിനെല്ലാം എമ്പുവ ഒരു അരുവി ഒഴുക്കണ്ടേ നിങ്ങൾ? തുസ്കിത്ത സമ, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കി നിൽക്കുക ആകാശത്തേക്ക് കയറി പോകണ്ടേ? തെത്തിയ ബില്ല, അല്ലെങ്കിൽ മലക്കുകളെയും അള്ളാഹുവിനെയും താഴെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണ്ടേ? തെക്കൂനിലൊക്കെ ബൈത്തും മിസുഖറുഫ്, അല്ലെങ്കിൽ താങ്കൾക്ക് സ്വർണത്തിന്റെ ഒരു വീടുണ്ടാവണ്ടേ? ഇതൊക്കെ അള്ളാഹ്ക്ക് വല്ല പണിയുണ്ടോ? എന്റെ പ്രവാചകന് ഒരു സ്വർണത്തിന്റെ വീട്? സിമ്പിൾ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം കുൻ ഉണ്ടാവുന്നവരുണ്ടാവൂലേ? ഇപ്പൊ എന്തുകൊണ്ട് അവസാനത്തെ പ്രവാചകന് ഒരു സ്വർണത്തിന്റെ വീട് കൊടുത്തൂടാ? തെർക്കാഫിസമ, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കി നിൽക്കെ താങ്കൾ ആകാശത്തേക്ക് കയറി പോകുന്നത് കാണണ്ടേ? അല്ലെങ്കിൽ ഞങ്ങൾ നോക്കി നിൽക്കെ മലക്കുകൾ നിനക്കൊരു
കിതാബ് കൊണ്ടുതരാം. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയണേ, കുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല. അള്ളാഹു പരിശുദ്ധ, ഞാനൊരു മനുഷ്യനാടോ, ഞാനൊരു മനുഷ്യനായ പ്രവാചകനാണ്. നിങ്ങളത് മലക്കിനെ കൊണ്ടുവരാൻ പറയണേ, ഞാനൊരു മനുഷ്യനായ പ്രവാചകൻ, ഞാൻ വളരെ സാധാരണക്കാരനായ ഒരാളാണ്. നിങ്ങളുടെ ഇടയിൽ ഞാൻ ജീവിക്കുന്നത്, ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങളും ചെയ്യണം, എന്നാലേ നിങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടുള്ളൂ. എന്റെ സുന്നത്ത് നിങ്ങൾ പിന്തുടരണം. അപ്പൊ ഞാൻ വളരെ സാധാരണക്കാരനായ ഒരു പ്രവാചകനാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വലിയ സംഗതികളൊന്നും പറയണ്ട. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രയാസമുള്ളതല്ല. പക്ഷെ അങ്ങനെ ഒരു വലിയ കൊട്ടാരത്തിൽ താമസിച്ച് ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ജീവിച്ചുകൊണ്ട് നിങ്ങൾക്കതൊരു മാതൃകയാവില്ലല്ലോ. നിങ്ങൾക്ക് മാതൃകയാവാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായ ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. എത്ര പണമുള്ള ആളും എത്ര പണമില്ലാത്ത ആളും എൻ്റെ സുന്നത്ത് പിന്തുടരുക, അതിനു വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് കൃത്യമല്ലേ? അപ്പൊ അവർ ചോദിക്കും, എന്തെന്ന് മലക്കിനെ പ്രവാചകനായിട്ട് അയക്കാത്തത്? അതിന് ഭൂമിയിൽ മലക്കുകളല്ലല്ലോ ജീവിക്കുന്നത്. കുല്ലൗകാന ഫിൽ മലായിക്കത്തു യംശൂന മുത്മഇന്നീന ലനസ്സൽന അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂല. ഭൂമിയിൽ ജീവിക്കുന്നത് മലക്കുകളാണെങ്കിൽ ഞാൻ മലക്കുകളെ പ്രവാചകനായിട്ട് അയക്കും. ഭൂമിയിൽ ജീവിക്കുന്നത് മനുഷ്യരല്ലേ, അതുകൊണ്ട് ഞാൻ മനുഷ്യനെ പ്രവാചകനായിട്ട് അയക്കും. എന്നിട്ട് വേണം നിങ്ങൾ അത് മലക്കാണ്, അതൊക്കെ മലക്കുകൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾ മനുഷ്യന്മാരാണ് എന്റെ മനുഷ്യനെ പ്രവാചകനായിട്ട് കൊണ്ടുപോയെന്ന് നിങ്ങൾ അടുത്ത വാദം പറയും. അപ്പോൾ മനുഷ്യന്മാർ ഭൂമിയിലായതുകൊണ്ട് മനുഷ്യരിൽ നിന്നുള്ള പ്രവാചകനെയാണ് അയച്ചിട്ടുള്ളത്. ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല. ഞാൻ മനുഷ്യനായ ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന് പറയാം. ഖുൽ, നബിയെ പറയുക, അറഅയ്തും ഇൻ കാന മിൻ ഇൻദില്ലാഹ്. അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അറഅയ്തും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറയാം. ഇൻ കാന മിൻ ഇൻദില്ലാഹി, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ, അങ്ങനെ അള്ളാഹുവിൽ നിന്ന് വന്ന ഈ ഖുർആൻ അല്ലെങ്കിൽ ഈ പ്രവാചകൻ, വകഫർതും ബിഹി, നിങ്ങൾ അതിനെ നിഷേധിക്കുകയും ചെയ്തു എങ്കിലും, വശഹിദ ഷാഹിദും മിൻ ബനി ഇസ്രായീല, ബനി ഇസ്രായേലിൽ നിന്നുള്ള ഒരാൾ ഇത് കേൾക്കുകയും അതിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു, അലാ മിസ്ലിഹി, ഇതുപോലുള്ളതിന്, ഫആമന, അപ്പോൾ അവർ വിശ്വസിച്ചു. വസ്തക്ബർത്തും, നിങ്ങളാവട്ടെ നിഷേധിച്ചു, നിങ്ങൾ അഹങ്കാരം കാണിച്ചു. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ആളുകളെ അള്ളാഹു മാർഗം കാണിക്കുകയില്ല, സന്മാർഗദർശനം കാണിക്കുകയില്ല. അപ്പോ ഇതേ രൂപത്തിൽ നിങ്ങൾക്കറിയുന്ന പോലെയുള്ള വാചകങ്ങൾ തന്നെ ബനി ഇസ്രായേലിൽപ്പെട്ട ആളുകളുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇത് സത്യമാണെന്ന് പ്രഖ്യാപിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ വ്യക്തി? അതിനെ കുറിച്ചിട്ട് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഖുൽ, നബിയെ പറയുക, അറഅയ്തും, എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇൻ കാന മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്ന് വന്ന ഈ സംഗതിയെ, വകഫർതും, നിങ്ങൾ അതിനെ നിഷേധിച്ചു. ഷഹീദ ഷാഹിദ് മിൻ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിൽ നിന്നുള്ള ഒരു ആൾ ഇതിന് സാക്ഷ്യം വഹിക്കുകയും, അലാ മിസ്ലിഹി, ഇതുപോലെയുള്ളതിനെ, ഫആമന, അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. വസ്തക്ബർതു, നിങ്ങളാവട്ടെ അഹങ്കാരം കാണിച്ചു പോവുകയാണ് ചെയ്തത്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അല്ലാഹു ലാ യഹ്ദി, മാർഗം കാണിക്കുകയില്ല, ഖൗമുൽ ളാലിമീൻ, അക്രമികളായ ആളുകൾക്ക്. അപ്പൊ ബനു ഇസ്രായേലിൽപ്പെട്ട, അത് മൂസാ നബി അലൈഹി സ്വലാം ആണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതല്ല, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ചിട്ട് സൂറത്ത് മുഅ്മിൻ എന്ന് പറഞ്ഞിട്ട്, സൂറത്ത് ഗാഫിർ എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായമുണ്ട്. എൻ്റെ ഒരു മുഅ്മിൻ എന്നൊരു പേരും കൂടെ ഉണ്ട്. ഫറോവയുടെ ദർബാറിൽ വെച്ച് മൂസാ നബിയെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ വളരെ ശക്തമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് മൂസാ നബിക്ക് വേണ്ടി സംസാരിച്ച ഒരു വിശ്വാസിയെക്കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു, തന്റെ ഈമാൻ മറച്ചു വെച്ചുകൊണ്ട് മൂസാ നബിക്ക് വേണ്ടി സംസാരിച്ച ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. 2.5 പേജ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനേക്കാൾ വലിയ അവാർഡ് എന്താ വേണ്ടത്? അദ്ദേഹത്തിന്റെ ഫിർഔന്റെ മുഖത്ത് നോക്കി അദ്ദേഹം സംസാരിച്ച സംസാരം 2.5 പേജാണ് ഖുർആനിൽ കാണാൻ സാധിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ട്, ഒരു പക്ഷേ ആ വിശ്വാസിയെ കുറിച്ചായിരിക്കും പറയുക. എന്നാൽ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അബ്ദുല്ലാഹിബിൻ സല്ലാം എന്ന് പറയുന്ന ഒരു ജൂത പുരോഹിതനും പണ്ഡിതനുമായ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ആ സമയത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അദ്ദേഹം സഹാബിയായി മാറി. അദ്ദേഹത്തെക്കുറിച്ചാണ് എന്ന് അഭിപ്രായപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ആരാണെങ്കിലും ബനു ഇസ്രായേലിൽപ്പെട്ട ഏതോ ഒരു പ്രത്യേക വ്യക്തി, ഒരുപക്ഷെ അബ്ദുല്ലാഹിബിൻ സല്ലാം ആവാം, അല്ലെങ്കിൽ മുഅ്മിൻ ആലി ഫിർഔൻ ആവാം, അല്ലെങ്കിൽ ആരോ ഒരാളാവാം, ഇങ്ങനെയുള്ള സൂക്തങ്ങൾ കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അതിനെ പിന്തുടരുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രണ്ട് തരത്തിലുള്ള
പുണ്യങ്ങൾ ലഭിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള കൂലി ലഭിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതിൽ ഒന്ന് ബനു ഇസ്രായേലിയർക്കാരനാവുക, അതായത് അഹ്ലി കിതാബ് പെട്ട ആളാവുക, എന്നിട്ട് ഇസ്ലാം സ്വീകരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ബനു ഇസ്രായേലിൽ അവരിൽ പെട്ട ആ സമയത്ത് അവരുടേതായ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിച്ചപ്പോൾ അതിനും പ്രതിഫലമുണ്ട്, ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അതിനും പ്രതിഫലമുണ്ട്. അങ്ങനെ രണ്ട് പ്രതിഫലം ലഭിച്ച ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ദുദാഹിമിന് സല്ലാമിനെ പോലെയുള്ളവർ. അങ്ങനെ അവര് ഇസ്ലാം വിശ്വസിച്ചു, സ്വീകരിച്ചു. അപ്പോ അതേ സമയത്ത് മക്കയിലുള്ള ആളുകൾ നിഷേധിച്ചു, അവരിതിനെ അംഗീകരിച്ചില്ല. അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ബനു ഇസ്രായേലിൽപ്പെട്ട ധൈര്യമുള്ള ആളുകൾ ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും ബനു ഇസ്രായേലിൽപ്പെട്ട സ്വീകരിക്കാത്ത ആളുകളുണ്ട്. അവർക്ക് സ്വീകരിക്കുകയാണെങ്കിൽ അതല്ലായിരുന്നു നന്നായിരുന്നത്. വലൗ അന്ന അഹ്ലൽ കിതാബി ആമനു വത്തഖൗ, അഹ്ലി കിതാബിൽപ്പെട്ട ആളുകൾ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നെങ്കിൽ അതല്ലേ നന്നായിരുന്നത്. അവരെയും മക്കാ മുശ്രിക്കുകളെയും കമ്പയർ ചെയ്ത്, താരതമ്യം ചെയ്തിട്ട് പറയാണ്, നിങ്ങൾ മാറണം, നിങ്ങൾ മാറണം, നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളായി മാറണം എന്നുള്ള അവർക്കുള്ള ഉപദേശം കൂടിയായിരുന്നു ഈ സൂക്തത്തിൽ നമുക്ക് കാണുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.